Hi all, welcome back to biology class. Today let us discuss about our seventh and last chapter, division for growth and reproduction. We all are growing, right? We all are formed from a single cell called zygote. Then how growth occurs? Zygote എന്ന് പറയുന്ന സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. എങ്ങനെയാണ് സൈഗോട്ട് ഗ്രോ ചെയ്യുക? ദാറ്റ് ഈസ് ഗ്രോത്ത് നടക്കുന്നതും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഗാമീറ്റ് ഫോം ചെയ്യുന്നതും ഡിവിഷൻ വഴിയാണ് അല്ലേ? സോ വാട്ട് ഈസ് നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ? ഡിവിഷൻ ഈസ് നെസസറി ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഡിവിഷൻ ഫോർ ഗ്രോത്ത് ഹ്യൂമൻ ബീങ്സിലുള്ള ക്രോമസോം നമ്പർ 46 ആണ്. 46 ക്രോമസോംസ് ഉള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽസായി മാറും. പുതുതായി ഫോം ചെയ്ത സെല്ലിൻ്റെ ക്രോമോസോം നമ്പറും എത്രയാണ്? 46 ആണ് അല്ലേ? സോ ദ ഗേൾ ഈസ് ഹാവിങ് എ ഡൗട്ട്. When a cell divides into 2, shouldn't the chromosome number 46 be halved? ഒരു സെല്ല് 2 സെല്ലായി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോമോസോം നമ്പറും ഹാഫ് ആവേണ്ടതല്ലേ? ദാറ്റ് ഈസ് ദ ഡൗട്ട് ഓഫ് ദ ഗേൾ. We will study about all these in this chapter. Okay. Life begins from a single cell, the zygote. You might have understood the importance of cell division from this. Zygote divide ചെയ്താണ് ഗ്രോത്ത് നടക്കുന്നത്. Okay. However, can growth be attained by cell division alone? Observe the illustration of cell cycle. നമ്മുടെ ബോഡി ഗ്രോ ചെയ്യണമെങ്കിൽ സെൽ ഡിവിഷൻ നടക്കണം, അതിനുശേഷം സെൽ ഗ്രോത്തും നടക്കണം. ഇവ രണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. സോ സെൽ ഗ്രോത്തും സെൽ ഡിവിഷനും ഇൻക്ലൂഡ് ചെയ്യുന്ന ഇവൻസിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ? ഇൻ്റർഫേസ് ഓർ പ്രിപ്പറേറ്ററി ഫേസ് ആൻഡ് ഡിവിഷൻ ഫേസ്. ഇൻ്റർഫേസിൽ വെച്ച് സെല്ല് കംപ്ലീറ്റ് ആയി ഗ്രോ ചെയ്യും, ദാറ്റ് ഈസ് വളരും. അതിനുശേഷം ഡിവിഷൻ ഫേസിൽ വെച്ച് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകൾ ഫോം ചെയ്യും. ഓക്കെ, എഗെയിൻ ഈ 2 സെല്ലുകളും വളരും, പിന്നീട് ഡിവൈഡ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ ബോഡി ഗ്രോത്ത് നടക്കും. ദെൻ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ഇൻ്റർഫേസ് ഓർ പ്രിപ്പറേറ്ററി ഫേസ്? ഇൻ്റർഫേസിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് സെൽ ഓർഗനൽസ് ഇൻക്രീസസ്. സെൽ ഓർഗനൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലെക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതൊക്കെയാണ് സെല്ലിലുള്ള ഓർഗനൽസ്. സോ സെൽ ഓർഗനൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഇൻക്രീസസ്. സൈറ്റോപ്ലാസം അറിയാലോ. സോ സൈറ്റോപ്ലാസത്തിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. സെൽ സൈസ് ഇൻക്രീസസ്. സെല്ലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ്. ജനറ്റിക് മെറ്റീരിയൽ മീൻസ് ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. So these are the changes that happens during interphase. So cell complete ആയി ഗ്രോ ചെയ്തു. നെക്സ്റ്റ് ഫേസ് ഈസ് ഡിവിഷൻ ഫേസ്. ഡിവിഷൻ ഫേസിൽ 2 ഈവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ആദ്യം സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയായി ഫോം ചെയ്യും. അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. സോ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായി മാറും. ഓക്കെ, ദാറ്റ് ഈസ് എ സെൽ അറ്റൈൻസ് ഇറ്റ്സ് കംപ്ലീറ്റ് ഗ്രോത്ത് ഡ്യൂറിങ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസിൽ വെച്ചാണ് സെല്ല് കംപ്ലീറ്റ് ആയി ഗ്രോ ചെയ്യുന്നത്. ദ ഫുള്ളി ഗ്രോൺ സെൽ അണ്ടർഗോസ് ഡിവിഷൻ ആൻഡ് ബിക്കംസ് ഡോട്ടർ സെൽസ്. ഡിവിഷൻ ഫേസിൽ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ആസ് ദ ഇൻ്റർഫേസ് ആൻഡ് ദ ഡിവിഷൻ ഫേസ് ഗെറ്റ് റിപ്പീറ്റഡ് ഇൻ എ സൈക്ലിക് മാനർ, ദേ ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ സെൽ സൈക്കിൾ. ഇൻ്റർഫേസും ഡിവിഷൻ ഫേസും സൈക്ലിക്കായി റിപ്പീറ്റ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽ സൈക്കിൾ എന്ന് പറയുക. ഗ്രോത്ത് ഓഫ് ദ ബോഡി ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഗ്രോത്ത്. നമ്മൾ ഗ്രോ ചെയ്യുന്നതിന് കാരണം സെൽ ഡിവിഷനും സെൽ ഗ്രോത്തുമാണ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഗ്രോത്ത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ, മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. 2 ടൈപ്പ് സെൽ ഡിവിഷൻ പ്രോസസ്സ് ഉണ്ട്, മൈറ്റോസിസും മിയോസിസും. സോ ലെറ്റ് us discuss about mitosis first. Okay, mitosis is the type of cell division that helps in the growth of the body. നമ്മുടെ ബോഡി ഗ്രോത്തിന് സഹായിക്കുന്ന സെൽ ഡിവിഷൻ പ്രോസസ്സാണ് മൈറ്റോസിസ്. ദിസ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ മദർ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2 ഡോട്ടർ സെൽ. ഒരു മദർ സെൽ, ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യുന്ന സെല്ലിനെയാണ് നമ്മൾ മദർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന സെൽസിനെയാണ് ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്ന സെല്ലാണ് മദർ സെൽ. അത് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന 2 സെൽസിനെയാണ് ഡോട്ടർ സെൽസ് എന്ന് പറയാം. ഡ്യൂറിങ് മൈറ്റോസിസ്, ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ടേക്സ് പ്ലേസ് ഫസ്റ്റ്. ദിസ് ഫേസ് ഈസ് നോൺ ആസ് കാരിയോകൈനസിസ്. മൈറ്റോസിസ് നടക്കുമ്പോൾ ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും.
ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ കാരിയോകൈനസിസ് എന്ന് പറയും. അതിനുശേഷമാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ സൈറ്റോകൈനസിസ് എന്ന് പറയും. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് കാരിയോകൈനസിസ് ഫസ്റ്റ്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് കാരിയോകൈനസിസ്. കാരിയോകൈനസിസ്, ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഈസ് കംപ്ലീറ്റഡ് ത്രൂ 4 phases. 4 ഫേസസിലൂടെയാണ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് കംപ്ലീറ്റ് ആകുന്നത്. സോ വിച്ച് ആർ ദ 4 phases? ദേ ആർ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഫസ്റ്റ് ഫേസ് പ്രോഫേസ്. പ്രോഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ദ ഫിഗർ. ബിഗിനിങ് ഓഫ് പ്രോഫേസ് ന്യൂക്ലിയർ മെംബ്രെയിന് കാണാം. ക്ലിയറായി ന്യൂക്ലിയർ മെംബ്രെയിന് കാണുന്നുണ്ട്. ആൻഡ് ന്യൂക്ലിയോലസ് കാണുന്നുണ്ട്. ക്രൊമാറ്റിൻ റെട്ടിക്കുലം ഓൾസോ കാണുന്നുണ്ട് അല്ലേ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻഡ് ഓഫ് പ്രോഫേസ്. പ്രോഫേസ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ. ന്യൂക്ലിയർ മെംബ്രെയിന് ഡിസപ്പിയർ ആവുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിന് കാണുന്നില്ല. ക്രോമസോംസ് ഫോം ചെയ്തു. ക്രോമസോംസ് പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് മീൻസ് ഡബിൾ ആയി മാറി. ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. സെല്ലിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൂടി ഫോം ചെയ്യുന്നുണ്ട്. സെൻട്രിയോൾസും കാണുന്നുണ്ട്. സോ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് പ്രോഫേസ്. സെക്കൻഡ് ഫേസ് ആണ് മെറ്റാഫേസ്. ഒബ്സർവ് ദ ഫിഗർ. ഇതാണ് ക്രോമസോമിൻ്റെ ഫിഗർ. ഏതൊക്കെ സ്ട്രക്ചേഴ്സ് കാണാം? ക്രോമസോംസിൻ്റെ സ്ട്രക്ചർ, സെൻട്രോമിയർ കാണാം, ക്രോമാറ്റിഡ്സ് കാണാം അല്ലേ. ദെൻ വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻസ് ഡ്യൂറിങ് മെറ്റാഫേസ്? മെറ്റാഫേസിൽ നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ക്രോമസോംസ് സെല്ലിൻ്റെ സെൻറ്ററിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. യു ക്യാൻ സീ ദെയർ ക്രോമസോംസ് ആർ അലൈൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. സെല്ലിൻ്റെ 2 പോൾസിലായി 2 അറ്റത്തായി സെൻട്രിയോൾസ് കാണാം. സെൻട്രിയോൾസിനെയും ക്രോമസോമിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. തേർഡ് ഫേസ് അനാഫേസ്. അനാഫേസിൽ ക്രോമസോംസിൻ്റെ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമാറ്റിഡ്സിനെ ഓപ്പോസിറ്റ് പോളിലേക്ക് പുള്ളയും, വലിക്കും അല്ലേ. സോ ഇവിടെ കാണാം ക്രോമസോംസിൻ്റെ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തു. ഡോട്ടർ ക്രോമോസോംസ് എന്നാണ് പറയുക. ഓക്കെ, സെല്ലിൻ്റെ 2 അറ്റത്തേക്കും മൂവ് ചെയ്തു. ലാസ്റ്റ് ഫേസ് ആയ ടീലോഫേസിൽ ക്രോമസോംസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിന് ഫോം ചെയ്തു. ക്രോമസോംസ് ക്രോമാറ്റിൻ റെട്ടിക്കുലമായി ചേഞ്ച് ചെയ്തു. സോ ഇവിടെ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് കാണാം അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയായി ഫോം ചെയ്തു. അണ്ടർസ്റ്റുഡ്? ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, കാരിയോകൈനസിസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ആണ് സൈറ്റോകൈനസിസ്, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം 2ആയി ഡിവൈഡ് ചെയ്യണം. വെൻ ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് 2 ഡോട്ടർ ന്യൂക്ലിയൈ ആർ ഫോംഡ് ഇൻ ദ മദർ സെൽ. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഒരു സെല്ലിനകത്ത്, മദർ സെല്ലിനകത്ത് 2 ഡോട്ടർ ന്യൂക്ലിയൈ ഫോം ചെയ്തു. യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദെയർ ക്രോമസോം നമ്പർ. മൈറ്റോസിസിന് ശേഷം ക്രോമസോം നമ്പറിൽ ചേഞ്ച് വരുന്നില്ല, സെയിം ക്രോമസോം നമ്പർ തന്നെയാണ്. ഓക്കെ, സോ ഡിഡ് ദ എക്സിസ്റ്റിംഗ് സെൽ ഹാസ് ചേഞ്ച്ഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ്? ഹൗ ഡസ് ദിസ് സെൽ ബിക്കം 2 ഡോട്ടർ സെൽ? സോ ഇപ്പോൾ മദർ സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് കാണാം. സോ നെക്സ്റ്റ് 2 സെല്ലുകളായി മാറണമെങ്കിൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം അല്ലേ. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, ദാറ്റ് ഈസ് സൈറ്റോകൈനസിസ്. Cell division becomes completed only after the division of cytoplasm. Division of cytoplasm is known as cytokinesis. The stages in the division of nucleus is almost similar in animal cells and plant cell. However, is the division of cytoplasm similar in animal cells and plant cell? Cytoplasm divide ചെയ്യുന്ന പ്രോസസ് ആണ് സൈറ്റോകൈനസിസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാരിയോകൈനസിസ്, ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, അനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ സൈറ്റോകൈനസിസ് അനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് സൈറ്റോകൈനസിസ് ഇൻ അനിമൽ സെൽ ആൻഡ് സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽ. ഫസ്റ്റ് വൺ, സൈറ്റോകൈനസിസ് ഇൻ അനിമൽ സെൽ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. The plasma membrane invaginates at the center of the cell. Plasma membrane അകത്തേക്ക് ഇൻവാജിനേറ്റ് ഓർ മൂവ് ചെയ്യും. ഓക്കെ, സെല്ലിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഈസ് ഹൗ സൈറ്റോകൈനസിസ് ടേക്സ് പ്ലേസ് ഇൻ അനിമൽ സെൽ. നെക്സ്റ്റ് ഈസ് സൈറ്റോകൈനസിസ് ഇൻ പ്ലാന്റ് സെൽ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. സ്മോൾ വെസിക്കിൾസ് ആർ ഫോംഡ് ബിറ്റ്വീൻ ദ ഡോട്ടർ ന്യൂക്ലിയായി. 2 ന്യൂക്ലിയസിൻ്റെയും ഇടയിലായി വെസിക്കിൾസ് ഫോം ചെയ്യും. സ്മോൾ വെസിക്കിൾസ് ജോയിൻ ടുഗെദർ ടു ഫോം സെൽ പ്ലേറ്റ്. ദ സെൽ പ്ലേറ്റ് എക്സ്റ്റെൻഡ് ടു ബോത്ത് സൈഡ് ആൻഡ് ജോയിൻ വിത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. വെസിക്കിൾസ് പിന്നീട് ജോയിൻ ചെയ്ത്
സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. സെൽ പ്ലേറ്റ് സെല്ലിൻ്റെ 2 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിനുമായി ജോയിൻ ചെയ്യും. അങ്ങനെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. സോ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. The daughter cells formed as a result of cell division grow and divide further. സെൽ ഡിവിഷന് ശേഷം ഫോം ചെയ്ത ഡോട്ടർ സെൽസ് ഗ്രോ ചെയ്ത് പിന്നീട് ഡിവൈഡ് ചെയ്യും. At each division, the cell divides after the duplication of genetic material. Hence, there will not be any change in the chromosome number even if the cell divides several times. This is the characteristic of mitosis. ഓരോ ഡിവിഷനിലും ജനറ്റിക് മെറ്റീരിയൽ അതായത് ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡബിൾ ആയതിനു ശേഷമാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ക്രോമസോം നമ്പറിൽ മാറ്റം വരുന്നില്ല. 46 തന്നെയായിരിക്കും ക്രോമസോം നമ്പർ. ഇതാണ് മൈറ്റോസിസിൻ്റെ പ്രത്യേകത. അണ്ടർസ്റ്റുഡ്? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ക്രോമസോം നമ്പർ സെയിം തന്നെയായിരിക്കും. മൈറ്റോസിസ് ഈസ് എ കൺട്രോൾഡ് പ്രോസസ്. A disruption in this controlled process leads to the excessive division of a cell and its proliferation. This condition leads to cancer. മൈറ്റോസിസ് കൺട്രോൾഡ് പ്രോസസ്സാണ്. ഓക്കെ, മൈറ്റോസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഈ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെല്ലുകളുടെ കൂട്ടം ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മൈറ്റോസിസ് മേക്സ് റിപ്പയർ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി പോസിബിൾ. നമ്മുടെ ബോഡി ഗ്രോത്തിനും ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ, അതായത് മുറിവേറ്റ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ടിഷ്യൂസിനോ സെൽസിനോ ഡാമേജ് വന്നാലും റിപ്പയർ ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? മൈറ്റോസിസ് പ്രോസസ്സ് വഴി പുതിയ സെല്ല് ഫോം ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് അബൌട്ട് മൈറ്റോസിസ് പ്രോസസ്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. You have studied different stages in the growth of human beings in previous classes. So which are the different stages of growth? Zygote ആണ് first stage. That is sperm and ovum. Sperm male gamete, ovum female gamete. രണ്ടും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സൈഗോട്ട്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഫോം ചെയ്യും. നെക്സ്റ്റ് ഫീറ്റസ്. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ഇൻഫാൻസി. നെക്സ്റ്റ് ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, ഓൾഡ് ഏജ്. Adolescence is the period of peculiarities in the growth of human beings. The adolescent period is between 10 to 19 years of age. The growth of an individual is complete by the beginning of 20s. 10 മുതൽ 19 വയസ്സ് വരെയുള്ള പീരീഡാണ് അഡോളസെൻസ്. 20 ഏജൊക്കെ ആകുമ്പോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് കംപ്ലീറ്റ് ആകും അല്ലേ? അതിനുശേഷം ഗ്രോത്ത് നടക്കില്ല. ദ ബോഡി ഡസ് നോട്ട് ഗ്രോ ദെയർ ആഫ്റ്റർ. ദെൻ ദ പേഴ്സൺ പ്രൊസീഡ്സ് ടു ഓൾഡ് ഏജ്. പിന്നീട് നമ്മൾ ഏത് ഏജിലേക്കാണ് മൂവ് ചെയ്യുന്നത്? ഓൾഡ് ഏജിലേക്കാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്യുന്നത്. ഹവെവർ ഇറ്റ് ടേക്സ് എ ഫ്യൂ മോർ ഇയേഴ്സ് ഫോർ എ പേഴ്സൺ ടു ഷോ ദ സൈൻസ് ഓഫ് ഓൾഡ് ഏജ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി വർഷങ്ങളെടുത്ത് നമ്മൾ ഓൾഡ് ഏജിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, എനിവേ ഓൾഡ് ഏജ് ഈസ് ആൻ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൽ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഓൾഡ് ഏജ്. ദെൻ വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾഡ് ഏജ്? Changes quite different from other stages occur in old age. What are the physical peculiarities of old age? So let us analyze the facts given here. ഓൾഡ് ഏജിൽ നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ ഡിക്രീസസ്. സെൽ ഡിവിഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കുറയും. അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ടു സെൽസ് ഡിക്രീസ്. സെല്ലിലേക്ക് ഓക്സിജൻ എത്തുന്നത് കുറയും. ഡിറ്ററിയോറേഷൻ ഓഫ് സെൽസ് ഇൻക്രീസസ്. സെല്ലിൻ്റെ ഡാമേജ് ഇൻക്രീസ് ചെയ്യും. മസിൽസ് ഷ്രിങ്ക്. മസിൽസ് ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. പ്രൊഡക്ഷൻ ഓഫ് എനർജി ഡിക്രീസസ്. എനർജി പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. എഫിഷ്യൻസി ഓഫ് സെൻസ് ഓർഗൻ ഡിക്രീസ്. സെൻസ് ഓർഗൻസിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. ഒബ്സർവ് ദിസ് ഇലസ്ട്രേഷൻ. ഡു യു ഹെൽപ്പ് എൽഡേഴ്സ് ഇൻ ദിസ് വേ? നിങ്ങളിങ്ങനെ എൽഡേഴ്സിനെ സഹായിക്കാറില്ലേ? റിമെമ്പർ, വൺ ഡേ വി ഓൾസോ വിൽ ബിക്കം ഓൾഡ്. ഹൗ ഷുഡ് വി ബിഹേവ് ടു എൽഡേഴ്സ്? വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം? വി ഷുഡ് ഹെൽപ്പ് ദം. We should give love and care to elder people, right?